ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊളാബ് വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നാണ്. ഇതിപ്പം എൻ്റെ ചാനലിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാനൊരു കൊളാബ് ചെയ്ത വീഡിയോ ആണ്. ഫ്രണ്ട്സ്, ചില വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ താണ്ട് ഇങ്ങനെ ഈ കൊളാബ് എന്ന് പറയുന്ന ഒരു ഇത് കാണും. ആ ഐക്കണിനകത്ത് നമ്മൾ മിക്ക വീഡിയോസിനും വരുന്നുണ്ട്. റീമിക്സ് നമ്മൾ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെയാണ് ഈ കൊളാബ് ചെയ്യുന്നത്. താണ്ടേ ചിലത് റീമിക്സ് എന്ന് കിടക്കും. ഇതിപ്പം നമ്മൾ കൊളാബ് എന്നും പറഞ്ഞ് കാണും. അപ്പം കൊളാബ് കൊടുക്കുക, യൂസ് കൊളാബ് കൊടുക്കുക. യൂസ് കൊളാബ് കൊടുക്കുമ്പം ഈ വീഡിയോസ് വരുമല്ലോ. നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നമ്മൾ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കുക. ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആ ലേഔട്ട് കൊടുക്കുക. അതിൽ സെലക്ട് ലേഔട്ട് കൊടുക്കുക. ഈ കണ്ടോ, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ പല ലേഔട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലോഗോ നമുക്ക് ടോപ്പ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ടോപ്പ് കൊടുത്തിട്ട് അത് ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റീമിക്സ് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഈ റീമിക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്തിട്ട് ഓഡിയോ എഡിറ്റ് ചെയ്യുന്നതല്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഏത് വീഡിയോ ആണ് എടുക്കേണ്ടത് അത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആയിരുന്നു, അപ്പോഴത്തേക്ക് ഞാനത് സെറ്റ് ചെയ്ത് വെച്ച്. അപ്പം നിങ്ങൾ ഏത് വീഡിയോ എടുക്കുന്നതെന്നിട്ട് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ആ നടുക്കുള്ള സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മുകളിലുള്ള വീഡിയോയുടെ ഓഡിയോ ഓണാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മളുടെ ഈ മൈക്ക് കണ്ടോ, ഈ കാണുന്നത് ഈ മൈക്കിൻ്റെ ചിഹ്നം നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കല്ലും. നമ്മൾ മൈക്ക് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് ഇതിനകത്ത് ആഡ് ആവും. എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ആ വീഡിയോയിൽ ആഡ് ആവുന്നുണ്ട്. എനിക്കത് അറിയത്തില്ലായിരുന്നു. നിങ്ങളത് ശ്രദ്ധിക്കുക, മൈക്ക് ഓഫ് ആണോ എന്ന് നോക്കുക, എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണം പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അറിയാമല്ലോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ.